പോലീസ് മേധാവിയായിരിക്കെ DGP ലോക്നാഥ് ബെഹ്റ ഇറക്കിയ ഉത്തരവുകൾ പുനഃപരിശോധനയും അന്വേഷണവും പ്രഖ്യാപിച്ച് TP സെൻകുമാർ ഉത്തരവ് പുറത്തിറക്കി. സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ബ്രൗൺ പെയിന്റ് അടിക്കണമെന്ന ബെഹ്റയുടെ ഉത്തരവിനെ കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് ആസ്ഥാനത്തെ അഡീഷണൽ AIG ഹരിശങ്കറിന് സെൻകുമാർ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടെൻഡർ നടപടികൾ പാലിച്ചിട്ടില്ലെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് അന്വേഷണമെന്നാണ് വിശദീകരണം. പോലീസ് ആസ്ഥാനത്തെ അതീവ രഹസ്യ വിഭാഗമായ T ബ്രാഞ്ച് മേധാവി ജൂനിയർ സൂപ്രണ്ട് ബീനെ മാറ്റിക്കൊണ്ടായിരുന്നു സെൻകുമാറിന്റെ അടുത്ത ഉത്തരവ്. സേനയിലെ അപ്രധാന വകുപ്പായ U സെക്ഷനിലേക്കാണ് ഈ ഉദ്യോഗസ്ഥയെ മാറ്റിയിരിക്കുന്നത്. ജിഷ പുറ്റിങ്ങൽ കേസ് സംബന്ധിച്ച രേഖകൾ വിവരാവകാശ നിയമപ്രകാരം നൽകാൻ തയ്യാറാകാത്തതാണ് നടപടിക്ക് കാരണമെന്ന ആക്ഷേപവും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. N ബ്രാഞ്ചിലെ ജൂനിയർ സൂപ്രണ്ടിനെ നിയമിച്ച് പുതിയ ഉത്തരവ് പുറത്തിറക്കിയെങ്കിലും ചുമതല ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. പേരൂർക്കട SAPയിലെ ജൂനിയർ സൂപ്രണ്ട് സുരേഷ് കൃഷ്ണയെ നിയമിച്ച് മണിക്കൂറുകൾക്കകം സെൻകുമാർ അടുത്ത ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. അച്ചടക്ക നടപടിയുടെ ഭാഗമായി മുമ്പ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് SAPയിലേക്ക് മാറ്റിയ ഉദ്യോഗസ്ഥനാണ് സുരേഷ് കൃഷ്ണ. സാധാരണഗതിയിൽ പോലീസ് മേധാവി ഫയലിൽ ഉത്തരവിട്ടാൽ ഹെഡ്ക്വാർട്ടേഴ്സ് AIG ആണ് ഉത്തരവ് പുറത്തിറക്കുന്നത്. എന്നാൽ സെൻകുമാർ ഉത്തരവിറക്കിയ ശേഷമാണ് പോലീസ് ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥർ പോലും വിവരങ്ങൾ അറിയുന്നത്. സെൻകുമാറിന്റെ ചലനം പോലും നിരീക്ഷിക്കാൻ സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥരെ കാണികളാക്കിക്കൊണ്ടായിരുന്നു സെൻകുമാറിന്റെ നടപടികൾ. സെൻകുമാർ സേനയിൽ വരുത്തിയ അഴിച്ചുപണി സർക്കാരും ഗൗരവമായാണ് കാണുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.